സ്നേഹിതരെ, എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുവാൻ ഒരുങ്ങുന്ന ക്രൈസ്തവ യുവതിവാക്കന്മാർ അതിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ പ്രത്യേകം ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് ആവശ്യമാകുന്നു. നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാരായ റോബിറ്റ് ജോസഫ് വെസ്റ്റർ, ഡാലിയ ജോസഫ് ഇവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവർ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും വളരുന്നതിനും പ്രാർത്ഥനയിലും ഹൃദയൈക്യത്തിലും തങ്ങളെ തന്നെ വിവാഹം എന്ന ഈ കൂദാശയെ ഇന്ന് സമീപിക്കുന്നതിനും അങ്ങനെ പരിശുദ്ധിയോടും പക്വതയോടും കൂടി ഈ ദിനത്തിനെ സമീപിക്കാനിടയാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മേലും ആ പ്രിയ മകളുടെ മേലും ദൈവം തൻ്റെ അരുവിയായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുളി ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിന്ന് നിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കർത്താവിൻ്റെ സുവിശേഷം. പ്രതിദിന സങ്കീർത്തനം നമുക്ക് ഏറ്റുപറയാം. ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു. ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വ സൃഷ്ടികളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. എല്ലാവരും അങ്ങയിൽ സൃഷ്ടി പതിപ്പിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ വാത്സല്യത്താൽ അങ്ങേ മക്കളായ റോബിറ്റ് ജോസഫ് വെസ്റ്റർ, ഡാലിയ ജോസഫ് ഇവർ വിവാഹമെന്ന ഈ കൂദാശയെ ഇപ്പോൾ സമീപിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണല്ലോ.
സ്നേഹമേ, പ്രത്യേകിച്ച് റൈമൺ വെസ്റ്ററിൻ്റെയും സെലിൻ വെസ്റ്ററിൻ്റെയും പ്രിയ മകനായ റോഹിത് ജോസഫ് വെസ്റ്ററിനെ അടുത്ത പാത്രങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹമേ, വിവാഹമെന്ന ഈ കുദാശയെ ശരിക്കും ഒരുങ്ങി അങ്ങയുടെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് പരസ്പരം സമ്മതം നൽകി ഡാലിയ ജോസഫ് എന്ന ആ സഹോദരിയുമായി ഒരു കുടുംബമായി മാറുവാൻ വേണ്ടി ഇപ്പോൾ ഒരുങ്ങി നിൽക്കുകയാണല്ലോ. സ്നേഹമേ, ഈ പ്രിയ മകനെ ഒരുക്കിയ ഈ പ്രിയ മകൻ്റെ മാതാപിതാക്കളെയും ഇവരോടൊപ്പം താങ്ങും തണലുമായി ഈ പ്രിയ മകനെയും ഈ കുടുംബത്തെയും സഹായിച്ച് അവരോടൊപ്പം ആയിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെയും മറ്റു കുടുംബാംഗങ്ങളെയും സ്നേഹിതരെയും ഉപകാരികളെയും എല്ലാം നമ്മുടെ തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹമെന്ന ഈ കൂദാശയെ നല്ല രീതിയിൽ സ്വീകരിക്കുവാൻ വേണ്ടി ഈ പ്രിയ മകനെ ഒരുക്കിയ എല്ലാവരെയും കനിഞ്ഞ് ആശീർവദിക്കുമാറാകണമേ. അങ്ങയുടെ ബലിവേദിയെ സമീപിക്കുവാൻ വേണ്ടി സഹായിച്ച ഇവരുടെ ഈ പ്രിയമകൻ്റെയും ഒപ്പം ഡാലിയ ജോസഫിൻ്റെയും എല്ലാ ബന്ധുമിത്രാദിന ഉപകാരികളെയും ഒക്കെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഇവരുടെ വാത്സല്യമായ സ്നേഹമാണല്ലോ ഇവരെ അൾത്താരയ്ക്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇവരോട് ഇവരെപ്പോഴും സ്നേഹവും വാത്സല്യവും കരുണയുമുള്ളവരായിരിക്കുവാനും നല്ല മാതൃകയുള്ള ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല മാതൃകയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ഇവരുടെ മേൽ ബലിമത്തിയെ ഇവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയ അനുഗ്രഹങ്ങളും കൊണ്ട് ഈ ദമ്പതിമാരെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങനെ ഇവർ അന്യോന്യം സ്നേഹിച്ചും വിശ്വസ്ത പാലിച്ചും എല്ലാ കാര്യങ്ങളിലും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. അങ്ങനെ വിവാഹമെന്ന കൂദാശയെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒരു കൂദാശയായി ഇവർ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ. സ്നേഹിതമേ, ഈ പ്രിയമകനെ കനിഞ്ഞ് ആസ്വദിക്കുമാറാകണമേ. ഒരു വത്സല പിതാവിൻ്റെയും ജീവിത പങ്കാളിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും വർഷിച്ച് ഈ പ്രിയമകനെ അനുഗ്രഹിക്കുമാറാകണമേ. ജീവിത പങ്കാളിയുമായി എപ്പോഴും സ്നേഹത്തിലും ആദരവിലും ബഹുമാനത്തിലും കഴിഞ്ഞുകൂടുവാനും പ്രിയ ജീവിത പങ്കാളിയുടെ താല്പര്യം എന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ താല്പര്യത്തിനനുസരിച്ച് തൻ്റെ താല്പര്യം വിട്ടുകൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനും ഒപ്പം ജീവിത പങ്കാളിയും ഈ പ്രിയമകൻ്റെ ഹിതമെന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വിട്ടുകൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനും അങ്ങനെ പരസ്പരം എന്താണെന്ന് ഹിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നിൻ്റെ തിരുഹിതം പൂർത്തിയാക്കിക്കൊണ്ട് എപ്പോഴും മുമ്പോട്ട് പോകുവാൻ ഇവരെ സഹായിക്കുമാറാകണമേ. ഇവരെ ഒരുക്കിയ എല്ലാവരെയും കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകിച്ച് ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അങ്ങനെ കനിഞ്ഞ് ആസ്വദിക്കണമേ. ഇവർക്ക് വേണ്ട എല്ലാ വരദാനങ്ങളും ചൊരിഞ്ഞ് ഈ പ്രിയ മക്കളുടെ കുടുംബ ജീവിതത്തിന് എപ്പോഴും പ്രചോദനവും എപ്പോഴും അവരോടൊപ്പം കൂട്ടായി നിന്നുകൊണ്ട് ഈ പ്രിയ മക്കളെ സഹായിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ, അങ്ങയുടെ നാമം ഭീതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ, പരിശുദ്ധമേ കന്യക മാതാവേ, തിരുഗുരുമുതൻ്റെ നാഥേ, ഈ പ്രിയ മക്കളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഈ പ്രിയ മക്കൾ പണിതുയർത്തുവാൻ പോകുന്ന കുടുംബത്തിൽ അങ്ങ് എപ്പോഴും ഇവരെ സഹായിക്കുകയും ഇവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ വത്സരത്തിൽ നിന്ന് വാങ്ങി നൽകുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ കർത്താവ് നിങ്ങളോടുകൂടെ. സ്നേഹത്തിനും സമാധാനത്തിനും പ്രകടമായ കർത്താവ് എന്നിലും നീ
ഇന്നും വസിച്ച് നിങ്ങളുടെ മാർഗങ്ങളെ എപ്പോഴും നയിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ തൻ്റെ സ്നേഹത്തിൽ എന്ന് നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. I set out on a narrow way many years ago, hoping I would find true love along the broken road. But I got lost a time or two, wiped my brow and kept pushing through. I couldn't see how every sign pointed straight to you. Day and every day, marry me. If I ever get the nerve to say hello in this cafe, say you will. Ooh. 'Cause God bless the broken road that led me straight to you. Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? Watching you stand alone, all of my doubt suddenly goes away somehow. My head's
pointing me on my way into your loving arms. This much I know is true, that all of me loves all of you. Love your curves and all your edges, all your perfect imperfections. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. 'Cause I give you all of me. God bless the broken road that led me straight to you. Of you. So ദൈവം ഇസ്രായേലിനെതിരെയുമായി ഒരു ഉടമ്പടി ചെയ്തു. ക്രിസ്തു സഭയുമായി ഒരു ഉടമ്പടി ചെയ്തു. ഈ രണ്ട് ഉടമ്പടികളുടെ പ്രതീകമാണ്, ആ പ്രതീകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നമ്മുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന വാഗ്ദാനം ഇതാണ്. ഇവർ പരസ്പരം ഇങ്ങനെ പറയും, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന് റോബിൻ ജോസഫ് ഗസ്റ്റർ പറയും. തിരിച്ച് വധു ഡാനിയൽ ജോസഫ് റോബിനോട് പറയും, ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ട് ഈ വാഗ്ദാനം ഇങ്ങനെ തുടരും. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയും. പ്രതീക്ഷിച്ചിട്ടുള്ള ജീവിത ശൈലികൾ ഉണ്ടാകുന്നു. എങ്ങനെയുള്ള സാഹചര്യമായിരുന്നാലും ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നവരെ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമായിരുന്നാലും പ്രതികൂലമോ അനുകൂലമോ ആയ സാഹചര്യങ്ങളായിരുന്നാലും പരസ്പരം വിശ്വസ്തത കാണിച്ച് ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് വിവാഹ ജീവിതത്തിലെ വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്തയോടെ പരസ്പരം സ്നേഹിക്കുക. ക്രിസ്തുനാഥന് സഭയെ സ്വന്തം മണവാട്ടിയെ സ്നേഹിച്ചതുപോലെ ഇവർ പരസ്പരം സ്നേഹിക്കുവാൻ പോവുകയാണ്. പിതാവായ ദൈവം ഇസ്രായേൽ ജനതയെ സ്വന്തം മണവാട്ടിയായി കരുതി
സ്നേഹിച്ചതുപോലെ ഇവർ പരസ്പരം സ്നേഹിക്കുവാൻ പോവുകയാണ്. ഒപ്പം പരസ്പരം ആദരിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹുമാനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. അവയൊക്കെ സമൂഹത്തിൻ്റെ മധ്യയിലോ കുടുംബത്തിൻ്റെ മധ്യയിലോ ബന്ധുക്കളുടെ മധ്യയിലോ മാതാപിതാക്കളുടെ മധ്യയിലോ അവയൊക്കെ പരസ്പരം പഠിച്ചാലുമല്ല മുമ്പോട്ട് പോകുന്നത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് രണ്ടുപേരുമായിക്കൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. പക്ഷേ മറ്റുള്ള മുമ്പിൽ ബഹുമാനപരമായി ഒരു വാക്കുപോലും നിങ്ങൾ ഉയരാടരുത്. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണം, ആദരിക്കണം. മറ്റൊരു കാര്യം, ഇവർ ചെയ്യാൻ പോകുന്ന വാഗ്ദാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ഒന്നിച്ച് ജീവിക്കാവുന്നത്. പലപ്പോഴും ഈ ഒരുവയുടെ മനോഭാവം നമുക്കൊക്കെ നഷ്ടപ്പെടാറുണ്ട്. കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ഒന്നിച്ച് ജീവിക്കണം. ഭാര്യ ഭർത്താവ് ഒരു കുടുംബത്തിലാണ് ജീവിക്കേണ്ടത്, ഒരു ഭവനത്തിലാണ് ജീവിക്കേണ്ടത്, ഒരുമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാണ് ഇവർ ജീവിക്കേണ്ടത്. അങ്ങനെ ഇവർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ വാഗ്ദാനത്തിൽ ഇവർ കൈകോർത്ത് നിൽക്കുവാൻ, പരസ്പരം ഒരുമിച്ച് നിൽക്കുവാൻ, ഇവിടെ ഒരു മാതാപിതാക്കളും ബന്ധുക്കളും പോകാരികളും സ്നേഹിതമായ നാമത്തെ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുവാനും ഇവർക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കിക്കൊടുത്തുകൊണ്ട് മാതൃകമായി ഈ യോഗത്തിൽ പരിഹസിക്കുവാൻ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഈ നല്ല ദിനത്തിൻ്റെ, ഈ പുണ്യദിനത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും ഈശ്വരങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദ്യങ്ങളെയും സിസ്റ്റേഴ്സിൻ്റെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ ബന്ധുക്കന്മാരുടെയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥമായി നിങ്ങളുടെ ദൈവം എല്ലാ കഴിവുകളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പിതാവായ പരിശുദ്ധാത്മാവിന്റെ സമാധാനവും നിങ്ങളോടൊപ്പം. പ്രിയ സഹോദരരെ, വഴിമാറ്റിക്കൊടുത്ത ഒരു കുടുംബമായിട്ട് രൂപപ്പെടുത്താൻ പോകുന്ന കുടുംബത്തിൻ്റെയും കാര്യങ്ങളെയും പൊതുവെ ജീവിതങ്ങളുടെ സമർപ്പിച്ചാണ് അവരോട് ചെയ്യാൻ പോകുന്ന വിവാഹവാദാനം അതിൻ്റെ പാതയിൽ ഫലമറിയുവാണ്. അതിൻ്റെ സമൃദ്ധി ഫലസമൃദ്ധി എന്ന് ആസ്വദിക്കുവാനും ജീവിതത്തിൻ്റെ ഭാവികാലങ്ങളിൽ എപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനോട് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഒന്നായി ദുരിതമാകുന്നതുമായിട്ട് നിലകൊള്ളുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഈ അടുത്തായി സമർപ്പിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും സമുദായങ്ങളെല്ലാം ദൈവസമൃദ്ധമായിട്ട് ഇരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ധാരാളം ജീവിതമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യും. ദൈവത്തെ മനുഷ്യവംശത്തെ സംബന്ധിച്ചുകൊണ്ട് പുരുഷനും സ്ത്രീയും ഒന്നായി തീരുവാൻ അങ്ങ് തീരുമാനിച്ചത് വൈവാഹികയാൽ ഐക്യപ്പെടേണ്ട അങ്ങനെ ഈ ദാസരെ അങ്ങ് സ്നേഹത്തിൽ അങ്ങനെ സ്നേഹത്തിൽ ചോദിക്കുന്നത് സ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ അവർക്ക് അനുഗ്രഹം ചെയ്യണം. ഇന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പ്രാർത്ഥന ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് ഇരട്ടിക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ.
ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ കണ്ണിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഖകരമായ ശരീരത്തിൽ മനോഹരമായ മുഖം. രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവരുടെ മനോഹരമായ കണ്ണുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിചാര്യത്തിൽ അടിയുറച്ച് അവർ മഹനീയരാകും. കർത്താവിന്റെ വചനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളും. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയും. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. അക്കാലത്ത് ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവരുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടു. അവിടെ തീർന്നപ്പോഴോ യേശുവിന്റെ അമ്മ അവരോട് അവർക്ക് വീണില്ല. യേശു അവളോട്, സ്ത്രീയെ, എനിക്ക് നിനക്കുന്നത് എന്റെ സമയം ഇനി ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട്, അവൻ നിന്നോട് പറയുകയും ചെയ്തു. യഹൂദരുടെ ശുദ്ധീകരണ കാലത്തിലുള്ള വെള്ളം നടത്തുന്ന 6 കൽഭരണികൾ അവർക്കുണ്ടായിരുന്നു. ഓരോരുത്തരും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് ചെല്ലുകയും എന്നാണ് അവരോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരെ വീഞ്ഞായി മാറിയ ആ വെള്ളം നിരീക്ഷിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൊഴുകി പരിചാരകർ അറിഞ്ഞില്ല. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തെ വീഞ്ഞ് ആദ്യം നടന്നത് അതിഥികൾക്ക് കുറിച്ച് കഴിയുമ്പോൾ താഴ്ന്നത്. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരെയും പറഞ്ഞു. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അതുകൊണ്ട് അവനെ വിശ്വസിച്ചു. കർത്താവിന്റെ സുവിശേഷം. പുരോഗതിന്റെയും സമൂഹത്തിനും ഉപയോഗിച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ഉദാശയിൽ ഉറപ്പിക്കുവാനാണ് നിങ്ങളിന്ന് ജപം. നിങ്ങൾ
നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശ്രയിക്കുന്നു. അവിടുന്ന് ന്യായസ്ഥാനം തലമുറയെ പ്രവർത്തിക്കുകയും ഇപ്പോഴാകട്ടെ ദൈവദാശയെ നിങ്ങൾ ഹൃദയമാക്കി ശക്തിപ്പെടുത്തുകയും വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശുദ്ധരാകുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ സഭാസമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി കൊടുക്കുക. ജോസഫ് നിങ്ങൾ വിവാഹത്തിനടുത്തുള്ളത് ആരുടെയും സമ്മതത്തോടാണ് പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ആവിഷ്കാരങ്ങളുടെ പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങളുടെ നന്മകളെ സ്വീകരിക്കുവാൻ ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാൻ സന്നദ്ധരാണ്. വിവാഹം ചെയ്യുമ്പോൾ നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും സമ്മതം നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച ഈ ടെക്സ്റ്റ് സ്വീകരിച്ച് അനുഗ്രഹമാസിക്കുന്ന സംഘടനകളെ ദൈവം യോജിപ്പിച്ചത് ഈ കാര്യം മോചനങ്ങൾ ആശീർവദിക്കണമേ. ഇവ വിശ്വസ്തയുടെയും അടയാളങ്ങളായി ദൈവമേ പ്രസാദത്തിന് അടയാളമായ കൂടി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദത്തിന് വഴി ക്രിസ്തുവിനെ വസ്ത്രമാകണ ഈ ദമ്പതികൾ ക്രിസ്തു സഭയുടെ മാനവമായ കുടുംബത്തിൻ്റെ പ്രതിഫലമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹം നൽകണമേ. സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു കൊടുക്കുക.
സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ധരിച്ചുകൊള്ളുക. ക്രൈസ്തവ സമൂഹങ്ങളുടെ സ്നേഹത്തിലും ജീവിതശുദ്ധിയിലും നാളുന്ന അഭിവൃദ്ധിയുടെ പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിച്ച ഇന്ന് വിവാഹബദ്ധരായ അവരുടെ ഹൃദയങ്ങൾ ഉദാരമായ സ്നേഹത്തിലേക്ക് യോജിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്നേഹങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും വിശ്വാസസ്നേഹത്തിന്റെയും ഉത്തമമാർഗങ്ങളായി പരിശോധിക്കുവാൻ ഇടയാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനുമായ ഞങ്ങളുടെ സഹായം ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിഭാഗത്തിൽ ബന്ധിതരായിരിക്കുന്ന സ്വർഗത്തിൽ സംയോജിക്കപ്പെട്ടതുപോലെ സ്നേഹത്തോടുള്ള ജീവിത ലക്ഷ്യങ്ങൾ ഒരുമിച്ച് മനുഷ്യനെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ
ഇവിടെ പ്രതിപങ്കാളിയും കൃപാവിന്റെ ജീവിതത്തിന്റെ കൂട്ടവകാശമായി അംഗീകരിച്ചുകൊണ്ട് ഇവർക്ക് അർഹമായ ആദരം നൽകുകയും ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിച്ചതുപോലെ സദാ ഇവരെ സ്നേഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, ഇപ്പോൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസ വിശ്വാസത്തോടെ അങ്ങേ കൽപ്പനകൾ പാലിക്കുകയും ഏകശരീരമായി തീർന്ന് ജീവിത നന്മയുകയും ചെയ്യട്ടെ. സുവിശേഷിച്ച് ശക്തിയാർജിച്ച് സമുദ്ര സംരക്ഷണത്തിലെ യഥാർത്ഥ സാക്ഷികളാകുകയും സന്താന ഭാഗ്യത അനുഗ്രഹിക്കുകയും സുഹൃത സമ്പന്നരായ മാതാപിതാക്കളായിരിക്കുകയും അവരുടെ സന്താനങ്ങളെ കാണുകയും ഇവർ ദീർഘായുസ്സുകളായി ജീവിച്ച് ഭാഗ്യപ്പെട്ടവരുടെ ജീവിതത്തിൽ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ പാപമായ വസ്തു വഴി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കപ്പെടുന്നു. നിങ്ങളുടെ സമാധാനം ആശംസിക്കുന്നു. I set out on a narrow way many years ago, hoping I would find true love along the broken road. But I got lost a time or two, wiped my brow and kept pushing through. I couldn't see how every sign pointed straight to you. Today and every day, marry me. If I ever get the nerve to say hello in this cafe, say you will. Ooh. 'Cause God bless the broken road that led me straight to you. Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? Watching you stand alone, all of my doubt suddenly goes away somehow. My head's underwater, but I'm breathing fine. You're crazy. ഈ വിവാഹത്തെ കാര്യമായപ്പോൾ അനിയന്ത്രണം ചെയ്യണമേ. പാപബന്ധത്തെ സംയോജിപ്പിക്കപ്പെട്ടവരെ ഒരേ മതത്തിൽ നിന്ന് അവിടുത്തെ ശരീരം സ്വീകരിച്ചവരെ അങ്ങേ സ്നേഹത്തിൽ ഏകമായ സ്ഥലപ്പെടുവാനും അങ്ങ് ഇടയാകണമേ. കർത്താവായ സർവ്വഴി അർപ്പിച്ച പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിനോടുകൂടെ നിത്യപിതാവായ ദൈവം പരസ്പര സ്നേഹത്തിൽ നിങ്ങളെ ഏകമായ സ്ഥലത്തിലേക്ക് അങ്ങനെ ക്രിസ്തുവിന്റെ സമാധാനത്തിൽ വസിക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ സദാ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. സന്താനങ്ങൾ അനുഗ്രഹിക്കുകയും സുഹൃത്തുക്കളിൽ നിന്ന് ആശ്വാസവും എല്ലാവരോടും സമാധാനവും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായിരിക്കുകയും ആവശ്യം പ്രാർത്ഥനയിൽ നിങ്ങളിൽ കാര്യം നടത്തി അവർ നിങ്ങളുടെ ദൈവത്തിന്റെ നിത്യഭവനത്തിൽ കൃതജ്ഞതാപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയുള്ളവരെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Along the broken road, But I got lost
a time or two. Wiped my brow and kept pushing through. I couldn't see how every sign pointed straight to you. Marry me today and every day. Marry me. If I ever get the nerve to say hello in this cafe, say you will. Ooh. 'Cause God bless the broken road that led me straight to you. Heart beats fast, colors and promises. How to be brave, how can I love when I'm afraid to fall, watching you stand alone. All of my doubt suddenly goes away somehow. My head's underwater, but I'm breathing fine. You're crazy and I'm out of my mind. Every കാറ്റുമേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. തെന്നലൊരു തേരിൽ പോരുന്നേ, കന്നിവെയിലാടും കുന്നിറങ്ങി വായോ, പുരക്കഥ കേൾക്കാൻ പോരുന്നോ. ഇത്തണലൊരം വാനി ഇത്തിരി നേരം വാ, മുത്തശ്ശിക്ക് മുക്കുത്തിച്ചേലില് മുത്തം നൽകാൻ വാനി. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ്, കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിൻ നിലവയിൽ കൊണ്ടു നിന്നേ, നാട്ടിൻ നിലവയിൽ കൊണ്ടു നിന്നേ, നാട്ടിൻ നിലവയിൽ കൊണ്ടു നിന്നേ. ഇന്നലെ നമ്മൾ എല്ലാവരും
എല്ലാവരും യേശുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിച്ചു. ഏവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ വളരെയധികം സ്നേഹപൂർവ്വം നേരുന്നു. ഇന്ന് വിവാഹിതരായ രോഹിത്തിനെയും ഡാലിയെയും നാം കാണുന്നു. വിശുദ്ധമായ അൾത്താരയിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവരെ വിവാഹമുള്ള കൂടാശയിലൂടെ ഒന്നാക്കിയ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ. ഇവരുടെ ദാമ്പത്യ ജീവിതം ദൈവം വിഭാവന ചെയ്യുന്ന പദ്ധതിയിൽ സ്നേഹത്തിലും സന്തോഷത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും മുന്നേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഏവരുടെയും നാമത്തിലുള്ള സ്നേഹാശംസകൾ രോഹിത്തിനും ഡാലിക്കും നേരുകയാണ്. ബ്രൗസ് ചെയ്തു. എന്താണത്? ഫസ്റ്റ് റേസ് ഓഫ് ദ സൺ എന്നാണ് രോഹിത്. ഫസ്റ്റ് റേസ് ഓഫ് ദ സൺ. ഇത് ക്രിസ്തുമസുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ജീസസ് സൺ ആണ്, സൂര്യനാണ്, ജ്വലിക്കുന്ന സൂര്യൻ. സൺ ഗോഡിനെ മാറ്റി ആ ദിവസം ജീസസിന്റെ ജന്മദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. രോഹിത് യേശുവിൽ നിന്ന് ജ്വലിക്കുന്ന പ്രകാശത്തിന്റെ കിരണങ്ങളാണ്. അവിടുത്തെ സാന്നിധ്യവും സ്നേഹവും എപ്പോഴും രോഹിത്തിനുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഡാലിയ പേരിന്റെ അർത്ഥം എന്താ? ഡാലിയ ഇതുവരെ പേരിന്റെ അർത്ഥം കണ്ടുപിടിച്ചിട്ടില്ല. ഡാലിയയുടെ പേരിന്റെ അർത്ഥം ബ്രാഞ്ച്. ഇതും ക്രിസ്തുമസുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമുണ്ട്, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ, ബ്രാഞ്ച് കിളിർക്കും. അത് ജീസസിനെ കുറിച്ച് പറയുന്നതാണ്. ആ പ്രവചനമാണ് 25-ാം തീയതി ഇന്നലെ നമ്മൾ ആഘോഷിച്ച ക്രിസ്തുമസിൽ പൂർത്തിയായത്. ഇപ്പൊ രണ്ടുപേരുടെ പേരും ഇന്നലെ നമ്മൾ ആഘോഷിച്ച ക്രിസ്തുമസുമായി ബന്ധമുള്ളതാണ്. അങ്ങനെയെങ്കിൽ യേശു ലോകത്തിലേക്ക് ജന്മമെടുത്തു, നമ്മെ ഓരോരുത്തരെയും സ്വർഗീയ മക്കളായി തീരുവാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഗ്രഹം സർവേശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഇരിക്കുന്ന ഏവരുടെയും പേരിലുള്ള സ്നേഹാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു. ഈ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും പ്രതീകമായി നിങ്ങൾ പങ്കിടാൻ പോകുന്ന ഈ മധുരത്തെ കൈവാർന്ന് ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതവും ഇതുപോലെ മധുരം നിറഞ്ഞതാകുവാൻ, സന്തോഷം നിറഞ്ഞതാകുവാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ആദരെ പാരായ വിനം രേപുര കന്ദുലെ മാതവ ജീവിത്തെ പേരു കാരണ മാസിത്തെ കമ്പുരെ മാതര Kinavare pasa ne tuma ninnu badura nisa
මතකෙම පීරා බැලුවා නුඹ හිනැසිතුවම් වෙලා මොහොතක් නැවතී රැඳුනා හද පත්ලේ කිමිදීමෙමා අඳුලැලි නොදොඩා වැටුනා නුඹ හදමානෙත් නැවෙදා Sarasan susumak magihindinam Meita sanasan hanguman magihindinam Obayanakal mohotak mamihindinam வானம் பார்த்து கிடந்தேனே மழையாய் வந்து விழுந்தாயே வழி துணையே நீயே கண்டேன் என்னுடையவளை தந்தேன் மிச்ச உயிரை கண்டேன் என்னுடையவனை தந்தேன் மிச்ச உயிரை உற்று உன்னை பார்க்கையிலே தொற்று கிடைத்த தனிமையினை கற்று தந்த காதல் வழி விட்டு போனதே ஊர் கூடும் நல்ல நல்ல தளங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை நாம் தேடி தேடி போவோம் கண்டேன் என்னுடையவளை தந்தேன் மிச்ச உயிரை போல எப்போதும் இருப்பாயா உச்சபட்ச ஆசை கொண்டேனே உன்னிடத்தினிலே வெப்பம் குளிர் எது வந்தாலும் மிதமாக இணைப்பாயா திக்கு முக்கு ஆடி போகின்றே நீர்வீழ்ச்சி நெற்றி மீது நிற்காமல் பொழிவது போல
గరి స ని ర మ ని ని ద ని ద మ ప మ గరి ని ని స స స ని స స గరి స ద గ మ ని ద మ ప మ గరి స ని ని స స గ ని స మ గరి స ని ద మ ని ద ని ద మ ప మ గరి. ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ കണ്ണാടി കണ്ണി ഒരു മിന്നാരം കണ്ടേ ചിന്തൂരച്ചേരോടെ പോരു പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ